CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം നോക്കുമ്പോൾ ടെലിഫോണിൽ ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ ഗവർണറുടെ പരസ്യമായ പ്രതികരണം വരികയാണ്. ഭാരതാംബ നമ്മുടെ രാജ്യത്തിന്റെ അടയാളമാണ്, ആ ചിത്രം മാറ്റാനാകില്ല എന്നതാണ് തന്റെ നിലപാട്. അത് മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അടയാളം, അതിനെ മാറ്റണമെന്ന് എങ്ങനെയാണ് ഒരു മന്ത്രി ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. CPIയുടെ അങ്ങയുടെ പ്രതികരണം എന്താണ്? ഭാരതാംബ നമ്മുടെ നാടിന്റെ പ്രധാന പ്രതീകമാണെങ്കിൽ അതിന്റെ ആ പ്രതീകത്തിന്റെ കയ്യിൽ RSS കൊടിയുണ്ടായിരുന്നു. ആ പ്രതീകമായ ഭാരതാംബ ഇരിക്കുന്നത് സിംഹത്തിന്റെ പുറത്താണെന്ന വാശി എന്താണ്? അതിന്റെ ഭൂപടത്തിനകത്ത് ഇന്ത്യക്കറിയാത്ത, ഇന്ത്യയുടേതല്ലാത്ത വേറൊരു ഭൂപടം സ്ഥാനം പിടിച്ചത് തന്നെയാണ്. അപ്പൊ ഭാരതാംബയുടെ പേര് പറഞ്ഞുകൊണ്ട് ഭാരതാംബയുമായും ഭാരതവുമായും ഒരു ബന്ധവുമില്ലാത്ത എന്തെല്ലാമോ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല. അതായത് RSS പ്രൊപ്പഗണ്ട അത് പരസ്യമായി ഗവർണർ നടപ്പാക്കുന്നു എന്ന് തന്നെ തുറന്ന വിമർശനം ഉന്നയിക്കുകയാണ്. RSSന്റെ കൊടി പിടിക്കുന്ന ഭാരതാംബയെ ഇന്ത്യക്കറിയില്ല, സിംഹപ്പുറത്തിരിക്കുന്ന ഭാരതാംബയെ ഇന്ത്യക്കറിയില്ല. ഭാരതാംബ ഇന്ത്യൻ ജനതയുടെ അഭിമാനത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമാണെങ്കിൽ ആ ഭാരതാംബയ്ക്ക് ഒരു പാർട്ടിയുടെയും ഒരു പ്രസ്ഥാനത്തിന്റെയും കൊടി പിടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ കൊടിയാണത്. അതുകൊണ്ട് ഇന്ത്യയെ അറിയാത്ത, ഇന്ത്യക്കാർക്കറിയാത്ത ഏതോ ഒരു തീവ്രവാദ സംഘടനയുടെ കൊടി പിടിക്കുന്ന ഭാരതാംബയെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വളരെയേറെ ദുഃഖകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിന് ഗവർണറെ പോലത്തെ വലിയ മനുഷ്യൻ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. ഗവർണർ RSSന്റെ നാവായി മാറുന്നു. നേരത്തെ കഴിഞ്ഞ ഗവർണറെ കുറിച്ചുള്ള പരസ്യമായ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വിമർശനം സർക്കാരിന്റെ നിലപാടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഗവർണറും അങ്ങനെ RSSന്റെ നയം നടപ്പാക്കാൻ രാജ്ഭവനെ ദുരുപയോഗം ചെയ്യുന്നു, അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കുണ്ടോ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞോളാം, താങ്കൾ വ്യാഖ്യാനിച്ച് വഷളാക്കാൻ നിൽക്കുന്നത് കേട്ടോ പ്ലീസ്. ഇല്ല, ഞാൻ അങ്ങയോട് ചോദിച്ചതാണ്. ചോദ്യമാണ്, വ്യാഖ്യാനമല്ല, ചോദ്യമാണ്. അങ്ങനെയാണോ എന്ന ചോദ്യം ഞാൻ പറയുമല്ലേ, ഞാൻ മലയാളത്തിൽ പറയുമല്ലേ, ആൾക്കാർ കേൾക്കുന്നില്ലേ? അങ്ങ് പറയൂ. അതിന് ഇന്റർപ്രിറ്റേഷൻ ഒന്നും വേണ്ട, വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. വ്യാഖ്യാനമല്ല, ഞാൻ ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദയവായി തെറ്റിദ്ധരിക്കരുത്, അത് വ്യാഖ്യാനമല്ല, ഞാൻ ചോദ്യമാണ് അങ്ങോട്ട് ചോദിച്ചത്. രാജ്ഭവൻ ഒരു പാർട്ടിയുടെയും ആർട്ടിഫല്ല. അത് ഭരണഘടനാപരമായ ഒരു മഹത്തായ സ്ഥാപനമാണ് രാജ്ഭവനിൽ. ഗവർണർ പദവി ഒരു വലിയ പദവിയാണ്. അതിനുള്ള സയൻറ്റിറ്റി അത് ഭരണഘടന കൊണ്ട് സയൻറ്റിറ്റിയാണ്. അവിടെ ഇരിക്കുന്ന ആളുകൾ ആരും രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയല്ല അവിടെ ഇരിക്കേണ്ടത്. രാജ്ഭവൻ ഒരു പാർട്ടിയുടെയും ക്യാമ്പ് ഓഫീസ് ആകാൻ പാടില്ല. ഗവർണർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമാകാൻ പാടില്ല. അതാണ് CPI നിലപാട്. ഇപ്പോൾ ഓപ്പറേഷൻ പഹൽഗാമിന്റെ തുടർച്ചയായി രാജ്ഭവൻ നടന്ന പരിപാടി RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി പങ്കെടുത്തു. അത് അദ്ദേഹം രാജ്യമറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് എന്ന് മറുഭാഗത്ത് നിന്നൊക്കെ വാദങ്ങൾ വരുന്നുണ്ടായിരുന്നു. വേണ്ട തരത്തിൽ ആ ഘട്ടത്തിൽ എതിർക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ സർക്കാർ? ഇന്നും പ്രതിപക്ഷ നേതാവ് അത്തരമൊരു ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ സ്ട്രോങ് ആയ സ്റ്റാൻഡ് സ്വീകരിക്കാത്തത് എന്ന്. അന്നൊരു സർക്കാർ നിലപാടെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു ഇളവ് രാജ്ഭവൻ ഗവർണറും നൽകുന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണ്? അന്നത്തെ പരിപാടിയുടെ തുടർച്ച കൂടിയായി കാണണമോ ഇന്നത്തെ ഈ സംഭവത്തെ? ഞങ്ങളുടെ നിലപാടിന്റെ ശക്തി ഞങ്ങൾ തീരുമാനിക്കാനും അങ്ങയുടെ ടെലിഫോണിൽ ശബ്ദത്തിൽ അല്പം വ്യക്തതക്കുറവുണ്ട്, റേഞ്ചിലല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത്. അതേസമയം അങ്ങനെയല്ല, ചോദ്യമായി തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു വിവാദം സർക്കാർ ഗവർണർ പോരുണ്ടാകുമ്പോൾ അതിപ്പോൾ CPIയുടെ മാത്രം നിലപാട് കേൾക്കലല്ലോ. എല്ലാ ഭാഗത്തു നിന്നും പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമായി ചോദ്യങ്ങളായി വരുന്നതാണ്. അത് സ്വാഭാവികമായ ചോദ്യമാണ്, അല്ലാതെ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഏതെങ്കിലും ദുരുദ്ദേശപരമായി ചോദ്യമല്ല. CPIയുടെ വകുപ്പിൽ P പ്രസാദ് കൃഷിമന്ത്രി CPI നോമിനിയായി LDF സർക്കാരിന്റെ ഭാഗമാണ്. അതുകൊണ്ടുകൂടിയാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം തേടിയത്. അദ്ദേഹം പറയുന്നത് രാജ്ഭവനെ ഏതെങ്കിലും സംഘടനയുടെ, തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ ആശയപ്രചാരണത്തിലുള്ള വേദിയാക്കി മാറ്റരുത്. ഗവർണർ എന്ന വലിയ പദവിയാണ്, ബഹുമാന്യമായ പദവിയാണ്. ആ പദവിയിലിരുന്നത് അത് ചെയ്യുന്നത് അംഗീകരിക്കാൻ ആകില്ല എന്നതാണ്. മാതൃഭൂമിയിലാണ് ഗവർണറുടെ പ്രതികരണം അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ഗവർണറുടെ ആദ്യ പ്രതികരണമാണ്. മാതൃഭൂമി സീഡ് പരിപാടിയിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് ഇടയിലാണ് ഇന്നത്തെ പരിസ്ഥിതി ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം, ആദ്യ പ്രതികരണം ഉണ്ടായത്. ഒന്നോ രണ്ടോ വാക്കുകളിലല്ല, അല്പം ദീർഘമായി സമയമെടുത്തുകൊണ്ടാണ് ഗവർണർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഭാരതാംബ അത് ഇന്ത്യയുടെ അടയാളമാണ്,
2 മന്ത്രിമാരെ ഈ പരിപാടിക്ക് നിശ്ചയിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും കൃഷി മന്ത്രിയുമാണ് നിശ്ചയിച്ചത്. ഒരു മന്ത്രി പരിപാടിയിൽ നിന്ന് ഒഴിവായി. കൃഷിമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം മാറ്റിയാൽ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കൂ എന്നറിയിച്ചു. അങ്ങനെ ചിത്രം മാറ്റാനാകില്ല എന്ന നിലപാട് ഞാനും വ്യക്തമാക്കി. ഈ മന്ത്രിമാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് രാജ്യത്തിന്റെ അടയാളമാണ്. ആ അടയാളത്തെ മാറ്റാൻ ഇവർ എങ്ങനെയാണ് പറയുന്നത്? നിശ്ചിതമായ വിമർശനമാണ് കൃഷിമന്ത്രിക്കെതിരെ രാജേന്ദ്ര ആർലേക്കറുടെ ഭാഗത്ത്, ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം നേരത്തെ സംസാരിച്ചപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൃഷിമന്ത്രി പി പ്രസാദും വ്യക്തമാക്കിയത് ഇത് RSSുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നേതാവ് പേരെടുത്ത് പറയുന്നു, മറ്റൊരാൾ പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. രാഷ്ട്രീയം ഒളിച്ചു കിടത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. നാളെ അരിവാൾ ചുറ്റിക നക്ഷത്രമോ അരിവാൾ നെൽക്കതിരോ അടയാളം ഏതെങ്കിലും വേദിയിൽ വെച്ച് മന്ത്രി എന്ന നിലയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമോ? അങ്ങനെ രാഷ്ട്രീയ വേദിയാക്കാൻ ഒരു പരിപാടിയെ മാറ്റാൻ കഴിയുമോ? അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന നിലപാടാണ് സ്വീകരിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്.